കണ്ണിനുള്ളിൽ ചിപ്പ് ഘടിപ്പിച്ച് കാഴ്ച ലഭ്യമാക്കുന്ന ബയോണിക് ഐ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ചികിത്സാ മേഖല രംഗത്തെത്തിയിരിക്കുകയാണ്. ചിപ്പുകൾ ഉപയോഗിച്ച് കാഴ്ച ലഭ്യമാക്കുന്ന പദ്ധതികളെല്ലാം പൊതുവെ അറിയപ്പെടുന്നത് ബയോണിക് ഐ എന്നാണ്. കണ്ണിൽ പ്രകാശകിരണങ്ങളെ സ്വീകരിച്ച് സിഗ്നലുകളായി തലച്ചോറിന് കൈമാറുന്ന ഭാഗമായ റെറ്റിനയ്ക്ക് സമീപമാണ് ചിപ്പ് ഘടിപ്പിക്കുന്നത്. കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണടയിലെ ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങൾ റെറ്റിനയിലെ ഈ ചിപ്പിലേക്ക് എത്തുന്നു. ഇതൊരു വയർലെസ് സംവിധാനമായതുകൊണ്ട് തന്നെ കണ്ണട ഊരുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നതുമില്ല. പേസ് മേക്കർ ശരീരത്തിനുള്ളിൽ തുന്നിച്ചേർത്താണ് ഘടിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ചിപ്പും കണ്ണിനുള്ളിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശസ്ത്രക്രിയ നടത്തിയാണ് ഫീനിക്സ് 99 എന്ന ചിപ്പ് റെറ്റിനയുടെ ഉള്ളിലായി ഘടിപ്പിക്കുന്നത്. സാധാരണ ശസ്ത്രക്രിയയിൽ കണ്ണിലെ തകരാറുള്ള ഭാഗം ഏതെന്ന് കണ്ടെത്തിയതിനു ശേഷം ആ വ്യക്തിയുടെ രക്തഗ്രൂപ്പിനടക്കം യോജിക്കുന്ന തകരാറില്ലാത്ത കണ്ണുകൾ കണ്ടുപിടിച്ച് ശസ്ത്രക്രിയ നടത്തുന്നത്. അതിനു വേണ്ട കണ്ണുകൾ എടുക്കാൻ കഴിയുന്നത് മരിച്ചവരിൽ നിന്ന് മാത്രമാണ് എന്ന് മാത്രം. അതിനാൽ തന്നെ കാത്തിരിപ്പ് എത്ര നാൾ നീളുമെന്ന് പറയാനാവില്ല. അന്ധന്മാരിൽ നിന്ന് പോലും കണ്ണുകൾ സ്വീകരിക്കാമെങ്കിലും മരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ണ് സ്വീകരിക്കുന്ന വ്യക്തിയിൽ പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയും ഇല്ലാതാക്കിയാണ് ബയോണിക്കായി എത്തിയിരിക്കുന്നത്. ഈ പരീക്ഷണം നടത്തിയത് ഓസ്ട്രേലിയയിലെ ചെമ്മരിയാടുകളിലാണ്. കൃത്രിമ കണ്ണുകൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം അവയെ മറ്റ് ആടുകളോടൊപ്പം വിട്ടു. മറ്റ് ആടുകൾക്കുള്ള അതേ കാഴ്ചശക്തി ഇവയ്ക്കുമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ കണ്ടെത്തലാണ് കാഴ്ച പരിമിതർക്കായി ഇത് പരീക്ഷിക്കാമെന്ന തീരുമാനത്തിൽ ഗവേഷകരെ എത്തിച്ചത്. ന്യൂ സൗത്ത് വെയിൽസ്, സിഡ്നി എന്നീ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകരാണ് ഇതിന് തുടക്കം കുറിച്ചത്. 2011 ആദ്യഘട്ട ഗവേഷണം പൂർത്തിയാക്കി ബയോണിക്കായി പരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അന്നും ഫീനിക്സ് 99 ചിപ്സെറ്റ് ഉപയോഗിച്ച് തന്നെയായിരുന്നു പരീക്ഷണം. കൂടുതൽ മനുഷ്യരിലേക്ക് പരീക്ഷണം നടത്താൻ തുടങ്ങുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുമ്പോഴുണ്ടാക്കുന്നതിന് സമാനമായ ആവേഗങ്ങൾ സൃഷ്ടിക്കുകയാണ് ഫീനിക്സ് 99 ചിപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇവ റെറ്റിനയിൽ നിന്ന് തലച്ചോറിൽ എത്തുന്നതോടെയാണ് കാഴ്ച അനുഭവഭേദ്യമാകുന്നത്. കണ്ണിൽ ഘടിപ്പിക്കുന്ന ചിപ്പിന് സമീപത്തുള്ള പേശികളിൽ നിന്ന് വിപരീതമായി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ സാധാരണയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.